ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹോണ്ട ഡിയോ വണ്ടി എഞ്ചിൻ വർക്കായിട്ട് നമ്മൾ ചെയ്തു തരുന്ന വണ്ടിയാണ്. അപ്പോൾ അതിൻ്റെ ചെയ്ത വർക്കിൻ്റെ ഡീറ്റെയിൽസും അതേപോലെ തന്നെ 1 ഇയർ വാറണ്ടിയിലാണ് നമ്മൾ ചെയ്തേക്കണേ. അപ്പോൾ അതിൻ്റെ ഒരു ഡീറ്റെയിൽസും അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. നിലവിൽ നമുക്കതിനകത്ത് ക്രാങ്ക് സിലിണ്ടർ അടക്കം മാറ്റി ചെയ്താണ് വർക്കാണ്. അതായത് സിലിണ്ടർ പിസ്റ്റണൊക്കെ ഓൾറെഡി പിസ്റ്റൺ ഓടി പിടിച്ചേർന്നതാണ്. അപ്പോൾ നമ്മളത് സിലിണ്ടർ പിസ്റ്റൺ കിറ്റപ്പാടി മാറ്റി ചെയ്ത വർക്കുണ്ടോ. അപ്പോൾ നിലവിൽ ഇതൊക്കെയാണ് നമുക്ക് മാറ്റിയാണ് പാർട്സുകൾ. സിലിണ്ടർ പിസ്റ്റൺ കിറ്റപ്പാടി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അതുപോലെ ക്രാങ്ക് ഷാഫ്റ്റ് അസംബ്ലി ഫുള്ളായിട്ട് മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഹെഡിനകത്ത് വരുന്ന വാൽവ് സെറ്റ് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട്. എഞ്ചിൻ്റെ ഉള്ളിൽ തന്നെ ചെയിനാണത്. ഇത് ക്ലച്ച് ഷാഫ്റ്റിൽ വരുന്ന ബെയറിംഗ് ആണ്. ബാക്ക് വീല് ഇടയ്ക്ക് ലൂസായി പോകുന്ന ഒരു കംപ്ലയിൻറ്റ് ഉണ്ട് വണ്ടിക്ക്. അത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ബെയറിങ്ങും നിൽക്കണമെന്നില്ല. അപ്പോൾ അത് നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഈ ഒരു വീലാണ് ഈ അതിൻ്റെ ഉള്ളിൽ വരുന്ന ഷാഫ്റ്റ് ഇതുമേ നമ്മൾ ബാക്ക് വീല് പിടിപ്പിക്കുക. അപ്പോൾ ഈ ഷാഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ഭാഗം നല്ല രീതിയിൽ ആ ബെയറിങ് വരുന്ന ഭാഗം നല്ല രീതിയിൽ തേമാനം വന്നിട്ട് അതൊരു ഷെയ്ക്ക് ആയിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനെ ആവുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മളത് വീല് ടൈറ്റ് ചെയ്ത് നിർത്തിയാൽ പോലും നിൽക്കാത്തൊരു കണ്ടീഷനാണ്. ആ ബെയറിങ് നിൽക്കില്ല, പെട്ടെന്ന് ബെയറിങ് പോണ കംപ്ലയിൻറ്റും വരും. അപ്പോൾ അതുകൊണ്ട് ഈ വീലടക്കം നമുക്ക് മാറ്റി റീസെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കാരണം ഇത് നമ്മൾ എസ്റ്റിമേറ്റിൽ ഉൾപ്പെടുത്താത്തവരായിട്ടാണ് നമുക്ക് അഴിച്ച് സെറ്റ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ പ്ലേ കണ്ട് നമുക്ക് മാറ്റാതെ കൊണ്ട് മാർഗ്ഗമില്ലാത്തതുകൊണ്ട് മാറ്റിയതാണ്. പിന്നെ ബാക്ക് വീലിൻ്റെ ബ്രേക്ക് ഷൂ മാറ്റിയിട്ടുണ്ട്. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ മാറ്റി കാർബറേറ്റർ ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. സ്പാർക്ക് പ്ലഗ് മാറ്റിയിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനകത്ത് നമ്മൾ എഞ്ചിൻ വർക്കായിട്ട് ചെയ്യുമ്പോൾ ചെയ്താണെന്ന് വെച്ചാൽ സ്കൂട്ടർ മോഡൽ വണ്ടിക്ക് എഞ്ചിൻ 3 പാർട്ടായിട്ട് വരാം. ഒന്ന് സിലിണ്ടർ ഹെഡറടക്കം വരുന്ന ഇങ്ങടേക്കൊരു പോർഷൻ, പിന്നെ CVT ക്ലച്ചടക്കം വരുന്ന ഈ ഒരു ഭാഗം, പിന്നെ ബാക്കിലെ ഗിയർ ട്രാൻസ്മിഷൻ വരുന്ന ഒരു സെക്ഷൻ. അപ്പോൾ നമുക്ക് ഗിയർ ട്രാൻസ്മിഷൻ്റെ ഭാഗം നമ്മൾ അഴിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ സിലിണ്ടർ ഹെഡ് പിസ്റ്റൺ ക്രാങ്ക് അടക്കമുള്ള ആ യൂണിറ്റാണ് നമ്മളിപ്പോൾ റിപ്പയർ ചെയ്തത്. ക്ലച്ചിൽ പ്രത്യേകിച്ച് ഒരു വർക്ക് നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ. കാരണം അത് നമുക്ക് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നാൽ പോലും പുറമേ നിന്ന് നമുക്ക് സർവീസിനായിട്ട് അയക്കേണ്ടതാണ്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും വന്നാൽ തന്നെ നമുക്ക് അഴിച്ച് ചെയ്യാവുന്നുള്ളൂ. നിലവിൽ വേറെ പ്രോബ്ലം ഒന്നുമില്ല, ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞു എന്നുള്ളൂ. പിന്നെ ഇതിൻ്റെ നമുക്ക് വാറണ്ടി പീരീഡ് വന്നത് 1 ഇയർ ആണ്. 1 വർഷം വാറണ്ടി എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 12,000 കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് ചെയ്യാം. ഒന്നുപോലെ വർഷം കണക്ക് കൂട്ടും, അതല്ലെങ്കിൽ കിലോമീറ്ററാണ് നമുക്ക് അതിൻ്റെ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ 12,000 കിലോമീറ്റർ നമ്മൾ പറയുന്നത് 1 വർഷത്തിനുള്ളിൽ ചില കേസിൽ ആവാത്ത വണ്ടികളുണ്ടാവും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 1 വർഷം കൊണ്ട് നമുക്ക് അതിൻ്റെ വാറണ്ടി പീരീഡ് തീരും. അതിനകത്ത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഫസ്റ്റിലത്തെ ഓയിൽ ചേഞ്ച് ഫിൽറ്റർ ക്ലീനിങ് ആദ്യത്തെ 1 മാസത്തിനുള്ളിൽ നിർബന്ധമായിട്ട് നമ്മൾ ചെയ്യണം. പിന്നെ ഓരോ 4 മാസം കൂടുമ്പോഴാണ് അതിൻ്റെ പീരിയോഡിക് സർവീസ് വരാം. അത് കറക്റ്റാണെങ്കിൽ മാത്രമാണ് നമുക്ക് വാറണ്ടിക്ക് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഈ വണ്ടിയുടെ മെയിനായിട്ടുള്ള വേറൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ സ്പീഡോമീറ്റർ ഓൾറെഡി കംപ്ലയിൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് കിലോമീറ്റർ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റില്ല. അത് കൃത്യമായിട്ട് ഏകദേശം വണ്ടി ദൂരം ഓടുന്നുണ്ടെന്ന് മനസ്സിലാക്കി കൃത്യമായിട്ട് ഓയിൽ ചേഞ്ച് കാര്യങ്ങൾ ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിച്ചോളൂ കേട്ടോ. കാരണം അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ വാറണ്ടി പീരീഡിൽ എന്തെങ്കിലും കംപ്ലയിൻറ്റ് വരില്ല. കാരണം എന്ന് വെച്ചാൽ ഹോണ്ടയുടെ പാർട്സുകൾ ജെന്യൂൻ പാർട്സ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ ബിൽഡ് ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ടും കംപ്ലയിൻറ്റ് വരാതിരിക്കണമെങ്കിൽ കറക്റ്റ് ഓയിൽ ചേഞ്ച് കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ടാകും കേട്ടോ. അപ്പോൾ അതൊന്ന് കറക്റ്റായിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ.